ഒരു സ്റ്റോറി വീഡിയോ ആണ് ഗൈസ്. സ്റ്റോറി വീഡിയോയ്ക്ക് ഫേസ് ക്യാം ഇല്ല. ഒരു മിനിറ്റ് ഗൈസ്, സൗണ്ട് ഒരുമാതിരി ഇതായിപ്പോയി ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്പൈഡർമാൻ സ്യൂട്ട് വന്നു ഗൈസ്. ഇന്ന് നമ്മളെ ഒരു പോലീസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് ആ പോലീസ് ഓഫീസർ വീണ്ടും വിളിക്കുന്നു. ഹലോ, എന്താണ് സാറേ? അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്പൈഡർമാൻ സ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് പവർ ഇല്ലേ സ്പൈഡർമാൻ്റെ? ആ ഉണ്ട്. അപ്പൊ നീയേ അങ്ങോട്ട് വന്നോ, എന്നിട്ട് ഒരു ടാസ്ക് ചെയ്യേ നീ. അപ്പോഴത്തേക്ക് നിനക്ക് എന്ത് ടാസ്കാ സാറേ? അതൊക്കെ നീ അങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയാം. ആ ടാസ്ക് ഒന്ന് ഓക്കെ സാറേ. എങ്ങനെ വരണം? അതാ, നീ എങ്ങനെയെങ്കിലും വന്നു സാറേ. റോഡിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വരത്തുള്ളൂ കേട്ടോ. നീ എങ്ങനെയെങ്കിലും വന്നാ മതി. ആണോ? ഓക്കെ സാറേ. അതെ, അങ്ങനെ അയാൾ വെച്ചാ അയാളെന്നെ തിരിച്ചു വിളിക്കട്ടെ സാറേ. എന്താണ്? അതെ, അല്ലെ വണ്ടിയോ എല്ലാം കിട്ടുമോ? അങ്ങോട്ട് വരാനല്ല, പിന്നെ ഒന്നുമില്ല സാറേ. എന്ത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് പറയാം. എടാ സത്യേ, നമുക്ക് പോയാലോ? പോലീസ് സാത്തിക്കെന്ന് അറിയാതെ വിളിച്ചാണ് ഗൈസ്. മോഹൻ, എന്താ മോഹനെ? ഗൈസ് മോഹനും ആരും ഇല്ല ഗൈസ്. സാത്തിക്ക് ഇവിടെ നമ്മുടെ അടുത്തുണ്ട് ഗൈസ്. അതായത് ടീച്ചേഴ്സ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഗൈസ്? നിങ്ങൾക്കറിയാമോ ടീച്ചേഴ്സിനെ? അറിയാമെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ദ ഗെയിമർ സാത്തിക് ഗൈസ്. അതായത് സാത്തിക് എൻ്റെ കസിൻ ബ്രദറാണ് ഗൈസ്. അല്ലേ സത്യ? ഇതപ്പം ഞാനിപ്പോൾ ഉണ്ട് എല്ലാ വീഡിയോസിനും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ ഇടുന്നില്ല. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറേ വരും. നീ എത്ര വീഡിയോസ് സാത്തിക്ക് നീ എടുത്ത് വയ്ക്കുന്നത്? കുറേ വീഡിയോസ് എടുക്കും, പക്ഷെ എഡിറ്റ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ഇട്ട് വയ്ക്കുന്നത് മാത്രം. സേവ് ചെയ്തിട്ടുള്ള ഒരെണ്ണ അതിപ്പോൾ ഇട്ടിട്ടില്ല. ഇടുമ്പോൾ ടൈം എടുക്കും, സേവ് ചെയ്യുമ്പോൾ ഒരു ടൈം, എഡിറ്റ് ചെയ്യാൻ മാത്രം ഒരു ടൈം, പിന്നെ വീഡിയോ എടുക്കുമ്പോഴും വേറെ ടൈം. ഗൈസ് അപ്പോൾ നമ്മൾ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാ സാറ്? ഞാനകത്തുണ്ട്. താനെന്തി? സൈഡ് സൈഡ് സൈഡ്. എവിടെ എവിടെ? എടാ തനിക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്ന് എഴുന്നേറ്റ് നിന്നൂടെ? എഴുന്നേറ്റിരിക്കുകയാണ്. അല്ല സോറി സാറേ, അതല്ല സാറ് സാധാരണ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. എടാ എനിക്ക് വയ്യടാ. ഞാൻ എന്ത് പറ്റി സാറിന്? എന്ത് പറ്റി? ഫോൺ പഠിക്കാം. എന്ത് പറ്റി സാറേ? ആരെങ്കിലും പണി എന്നാ? അല്ലടാ, എന്ത് പറ്റി? പനിയോ? പനി ഒന്നല്ല, വയ്യ. എന്താ? തോക്ക് പോലും ഇല്ല. അയ്യോ, ബേസ്ബോൾ ബാറ്റ് പോലും ഇല്ലാണ്ടാ കള്ളനെ പിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കള്ളനെ കിട്ടും സാറിന്റെ. സാറേ എന്താ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അത് പറ. ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് വെച്ചാലേ, നീ മറന്നുപോയോ? സാറേ എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു സ്പൈഡർമാൻ സ്യൂട്ടിന്റെ ഒരു കാര്യത്തിന്. ആണോ? അതെങ്ങനെയാ കിട്ടുന്നു? കിട്ടുന്ന ഞാൻ തരും. അത് എന്ത് ചെയ്തിട്ടാണ് സാറ് തരുന്നതെന്ന്? ഇങ്ങനെ നീയില്ലേ, എനിക്കൊരു ഡ്യൂക്ക് മോഡിഫൈ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ എവിടുന്ന് ഓട്ടോയെ വന്നിട്ടുള്ളൂ. ഓട്ടോ സാറേ, അവിടെ പുറത്ത് കിടക്കുന്ന ഓട്ടോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കിയാൽ. അത് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. ഞാൻ മോഷ്ടിച്ചോണ്ടല്ലേ സാറേ വരുന്നു. ഒന്ന് കുഴിച്ചാണ്. നീ പോയിട്ട് ഡ്യൂക്ക് മേടിച്ചോ. ഓക്കെ. മോഷ്ടിക്കല് ഇയാളെ ഞാൻ മല്ലം ചെയ്യും പിടിച്ച്. എൻ്റെ പൊന്നി സാറേ, പിന്നെ എനിക്ക് ബൈക്ക് അടിച്ചു മാറ്റാനുള്ളല്ലോ പരിപാടി. സാറിന് വരാനുള്ള സാറേ, സാറ് നമ്മുടെ ഫ്രണ്ടല്ലേ? സാറേ പിന്നെ ഒരു കാര്യം, എന്ത്? അത് ഞാൻ സാറിനോട് പറയാൻ മറന്നു പോയതാ സാറേ. ആ മോഹനില്ലേ, അവനൊരു വണ്ടി കൊടുക്കാവോ സാറ്?
ഏത് വണ്ടിയാണ് കൊടുക്കേണ്ടത്? ഏതെങ്കിലും ഒരു വണ്ടി കൊടുത്തു. ശരി, ഞാനൊരു ലൈറ്റ് മക്കളും വേണം, ഫോർമുല. എന്നെ സാറ് ഒരു കാര്യം ചെയ്തു, ഒരു യൂറോസ് മേടിച്ചു കൊടുക്കാനായിട്ട്. ആ ശരി. അയാളല്ല, സോറി, എൻ്റെ ഫ്രണ്ട്. ആ ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ സാറേ. ശരി ശരി, ബൈ ബൈ. ആ സാർമാരെ ബൈ ബൈ. ബൈ 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 ബൈ. ഓക്കെ, നമുക്ക് ഇവിടെ വണ്ടി എടുത്ത് പോവാം. ഓ ഈ ഓട്ടോ ഇവിടെ കണ്ട് പാർക്ക് ചെയ്യാവോ ഷോറൂമിൻ്റെ? ഭയങ്കര സ്ലോ. സാധാരണ ഞാൻ ഈ ഓട്ടോയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു സ്പീഡ് കുറവ് എന്നെ ശ്രദ്ധിക്കാൻ. അത് ഞാൻ ഫസ്റ്റ് എഡിഷനോട് പറഞ്ഞത്. സാധാരണ ബസ്സിനെ ഇപ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് പക്ഷെ എന്നാലും സ്ലോ. പക്ഷെ ഇവിടെ എത്താനുള്ള സ്പീഡൊക്കെ ഉണ്ട്. അല്ലാതെ ഈ റോഡിൽ കൂടെ പോകുന്നതൊക്കെ ഭയങ്കര സ്പീഡ് അല്ലേ? വേറെ വണ്ടികൾക്ക് നമ്മൾ ഓടിക്കുമ്പോൾ ഓട്ടോ വേറെ വണ്ടികൾക്കൊക്കെ ഭയങ്കര സ്പീഡ്. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ഇപ്പം ഇവിടെ വലിയ ഇട്ടു. നമ്മളെന്തായാലും ഇത് ആവശ്യമില്ലാത്ത വണ്ടി. എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി. അവന് എടാ, നീ അവനെ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്തതാ. കൊടുത്തു. മതിയോടെ ഇത്രയൊക്കെ മതി. ആ ബുഷി അടിക്കാം. ഇതടിക്കൂ. ഞാനെൻ്റെ ഹെഡ്ഫോണിൽ കൂടെ സംസാരിക്കും. ഞാനവിടെ ആടാ, ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് വരും. തുറക്കടാ. യെസ്, ഒരു മിനിറ്റ്. അപ്പോൾ ഷോറൂമിൻ്റെ അകത്തോട്ട് പോകുന്നത്. ഇന്നിവിടെ മാനേജറുണ്ട് ഷോറൂമിൻ്റെ. ചേട്ടാ ഗേസ്, നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയ അയാളെ വിളിച്ചിട്ടാണ് വന്നത്. ചേട്ടാ, അതെ മറ്റേ കാര്യം. എന്തു കാര്യം? മറ്റേ ഒരു സൂട്ട് എടുക്കാനായിട്ടൊരു ഒരു ബൈക്ക് എനിക്ക് ഇവിടെ നിന്ന് എടുക്കുന്നതാണോ? അയ്യോ, സോറി സാർ, സോറി ചേട്ടാ. സാറിൻ്റെ മറ്റേ ഫ്രണ്ടില്ലേ, പോലീസ് ഫ്രണ്ട്? എനിക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല. എൻ്റെ പൊന്ന് ചേട്ടനെ അറിയത്തില്ലേ അത്? ഇല്ല. സാറേ, സോറി സാറേ. ഡ്യൂക്കാരല്ല ചേട്ടാ. ഒരു ഡ്യൂക്കേ, അതായത് ഒരു പോലീസുകാരനില്ലേ സാറിൻ്റെ ഫ്രണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു ഡ്യൂക്ക് വേണമായിരുന്നു. എടുത്തോട്ടെ. ഓക്കെ, ഒരു ഡ്യൂക്ക് എടുക്കുവാണേ. പൈസ തരട്ടെ അങ്ങോട്ട്? ഓഫർ 50% ഫ്ലാറ്റ് ഓഫർ ആണോ? അയച്ചേക്കട്ടെ. ഗൂഗിൾ പേ നമ്പർ എന്ന് പറഞ്ഞേ? 69 അല്ല, ഫസ്റ്റ് 9 ഉണ്ട്. 9169. ഇത് ഗൂഗിൾ പേ നമ്പറാണോ? 8655 കഴിഞ്ഞു. ഒരു ഡിജിറ്റും കൂടി കാണത്തില്ല. 7 ഉണ്ടോ? അല്ല, 0 ഉണ്ട്. ലാസ്റ്റ് 0 അയച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ട് തന്നില്ലേ? ഓക്കെ, അപ്പം ശരി. ബൈക്ക് എടുക്കുന്നേ? ഡ്യൂക്ക് ഇവിടെ ഉണ്ടല്ലോ. ബാക്കിലുണ്ട്. അതെ, ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണ്ടേ? ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ഞാൻ ഇതാക്കണ്ടേ? എവിടെയായിട്ട് കാണും ബൈക്ക്? എന്ത് ഡെലിവറി പോയിന്റാ? ഡെലിവറി പോയിന്റ് ബാക്ക് യാർഡിലുണ്ടോ? ബാക്ക് യാർഡ്. സ്വത്തിക്ക് വരുന്നില്ലേ? ഞാൻ വീട്ടിലാടാ. ശരിയല്ല.
ആ ഓട്ടോ ഓടിക്കാം. ആ മറ്റേ ആ ചേട്ടനോട് ഒരു കാര്യം കൂടി ചോദിക്കണമല്ലോ. ചേട്ടാ ചേട്ടാ അവിടെ ഉണ്ടോ? മാനേജറേ പോയില്ല. ഓഹ് ഭാഗ്യം. അതോട്ട് കയറ്റാവോ? ആ കേട്ടാ, കുഴപ്പമില്ലല്ലോ. ആ ഇവിടത്തേക്ക് വണ്ടി അകത്ത് തന്നെയാണ് കേൾക്കുന്നത്. അകത്ത് തന്നെ വണ്ടി ഈ ഒറ്റൊരു ഡോറേ തുറക്കാൻ പാടുള്ളൂ അല്ലേ ബൈക്കാണ്? അല്ല ഏത് അല്ല അങ്ങനെ ഒരു റൂളില്ലേ? അല്ല ചേട്ടൻ്റെ ആ പോലീസ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കാറ് കയറ്റണമെങ്കിൽ രണ്ടും കൂടി തുറക്കാം, ബൈക്ക് കയറ്റണമെങ്കിൽ ഒരെണ്ണേ തുറക്കാൻ പറ്റുള്ളൂ. ഇല്ലല്ലോ. ആ അങ്ങനെ ഒരു റൂൾ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയെങ്കിലും കയറ്റി. ഓക്കെ ഇപ്പം എന്താണ്? ഒരു മിനിറ്റ് ഞാനൊന്ന് വളച്ച് നിർത്തിക്കോട്ടെ. എന്താണ്? ഒന്ന് വളച്ച് നിർത്തിക്കോട്ടെ ബൈക്ക്. നീ ഇറങ്ങണമെന്നൊന്നുമില്ല, എനിക്ക് ചെവി കേൾക്കാം. ഓക്കെ എന്നാലും ഞാൻ ഇറങ്ങിയേക്കാം. ആ എന്തോ ഞാൻ ചോദിക്കാൻ വന്നതെന്നറിയോ? എന്തുവാ? അതെ ഈ ബൈക്കിൻ്റെ കാര്യമല്ല ഞാൻ ചോദിക്കാൻ വന്ന. ഈ ബൈക്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രം വർക്ക് ചെയ്യുന്നില്ല. അത് നോക്കിക്കേ. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്തതല്ലേടാ, പകുതി മോഡിഫൈഡാ. അത് തന്നെ ലൈൻസ് ഒക്കെ തന്നെ. ഓ അതാണ്. ആ ചേട്ടാ പിന്നെ ഒരു സംശയം ചോദിക്കാനായിട്ട് ഞാൻ വന്നതാ. ഈ ഡൂക്ക് ഓക്കെയാണ്, പക്ഷെ ആ മീറ്ററിലെ എന്തോ ഒരു സംഭവം തെറ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോക്കാവോ? ഈ സ്റ്റിക്കർ ഒക്കെ ഞാൻ അവിടെ നിന്ന് ഊരിയതാ. എടാ 2 സ്റ്റിക്കർ, 2 ഊരി. അതാ 3 സ്റ്റിക്കർ. ചേട്ടാ ഒന്ന് നോക്കിയേ. ആ ഓക്കെ അതെന്തോ കംപ്ലൈൻ്റ് ഒന്ന് നോക്കോ? എന്ത് അല്ലടാ നീ ബെന്നി ബെന്നി അയാൾ അതിന് ബൈക്ക് നോക്കത്തില്ലല്ലോ. അയാൾ ബൈക്ക് മോഡിഫൈ ചെയ്യുക, മോഡിഫൈങ് മാത്രമേ അയാൾ ചെയ്യത്തുള്ളൂ. മോഡിഫൈയിങ്ങിൽ തന്നെ എന്തുവാ ഫിറ്റിംഗ് ഉണ്ടടാ സാധനങ്ങൾ. ഇല്ല ബെന്നി കഴിഞ്ഞപ്പോൾ അത് ചെയ്യത്തില്ലല്ലോ. അല്ല സാധനങ്ങൾ മാറ്റി ഫിറ്റ് ചെയ്യുന്ന അതെങ്കിലും ഇവിടുന്ന് വല്ല സാധനം കിട്ടുമോ? ബെന്നിയുടെ അവിടെ ബെന്നി അങ്ങനെ വരുത്താറൊന്നുമില്ല സാധനങ്ങൾ. ബൈക്കിൻ്റെ എന്തെങ്കിലും ആ ഡിസ്പ്ലേ മാത്രമായിട്ട് കിട്ടും. ആ മീറ്റർ ഇല്ല ബൈക്കായിട്ട് കിട്ടും ഡിസ്പ്ലേ. ഇപ്പോൾ എന്ത് ചെയ്യും? ആ അല്ല നോക്കട്ടെ ചേട്ടാ ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പം ശരിയാണ്. ആ ശരിയായി ചേട്ടാ. ചേട്ടാ പിന്നെ ഒരു സംശയം ചോദിക്കാൻ വന്നതാണ് ഞാനിവിടെ. എന്താണ്? അതെ ഈ ബൈക്ക് ആ മോഡിഫൈങ് ഷോപ്പിൽ അല്ല അതല്ല ചോദിക്കാൻ വന്ന ചേട്ടാ. ഈ ബൈക്ക് കേൾക്കുന്നുണ്ടോ? ഈ ബൈക്കിൽ പെട്രോൾ വാങ്ങാണല്ലോ. അത് ഇവിടുത്തെ കടയിലല്ലേ കിട്ടും. ആ ഇവിടെയും ഉണ്ട്. എന്നാ ഒന്ന് അടിച്ചു തരും. ആ ചെടിയുടെ ബാക്കിലില്ലേ? ഏത് ചെടിയുടെ ബാക്കിൽ? ഇവിടെ 3 ചെടിയില്ലേ? ആ അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഒരെണ്ണം വെച്ചിട്ട്. എന്ത്? യശോയില്. ആ കണ്ട് ചേട്ടാ ഒന്ന് നിറച്ച് തരുമോ? നീ കുറച്ച് ഒരു കുഴപ്പമില്ലടാ, നീക്ക് പേടിക്കൊന്നും വേണ്ട. ഇത്ര പേടിച്ചു പോലെയാണ്. അതല്ല ഷോറൂം കാര്യം നിറച്ച് തരുന്നതല്ലേ അതിലൊരു ഇത്. എന്ത് ഒരു കുഴപ്പമില്ല. അയ്യോ ഈ മറ്റേ സ്പെയർ വാങ്ങിക്കില്ല ചേട്ടാ. സ്പെയർ കീ തന്നില്ല. അല്ല അതിൻ്റെ ഡിക്കിയിലുണ്ട്. ഏത് ഇതിന് ഡിക്കി ഇതൊന്നും ഇല്ല. ഒരു കൊണ്ടു ഇല്ല ചേട്ടാ. ചേട്ടൻ എന്ത് ഡൂക്ക് അറിയത്തില്ലേ? എൻ്റെ ഫ്രണ്ട്സാ പറഞ്ഞു ഡിക്കിയിൽ അത് ഉമ്മയ എന്നാ അടുത്ത ഒരു പാക്കറ്റിലോ വല്ല ആക്കിത്തോ ചേട്ടാ. പാക്കറ്റ് ഒന്നും വേണ്ടത് എനിക്ക്. നിന്റെ നിക്കറിൽ അല്ല നിക്കറിലല്ല എൻ്റെ ജീൻസിലിട്ടോളാം. അല്ല ചേട്ടാ ഒരു സേഫ്റ്റിക്ക് ഇതും കൂടി വേണം. ഇതോ എന്ത്? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ വെച്ചോളാം. ബാഗോ? നിന്റെ എനിക്കൊരു ബാഗുണ്ട്. അത് ഞാനിപ്പം വന്നൊരു ഓട്ടോയിൽ ഇരിക്കുക. ആ ശരി അതെടുക്കട്ടെ. ഓക്കെ ചേട്ടാ ഹെൽമെറ്റോ? ആ അല്ലല്ല വേണ്ട 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 ചേട്ടാ. ഹെൽമെറ്റ്? ആ ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ആ എന്നാൽ അതൊന്നും തന്നെ. ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല വന്നപ്പോൾ. ഞാൻ ഇങ്ങോട്ട് അടുത്തു. ഞാനേ ആദ്യമേ വിചാരിച്ച ആ പോലീസുകാരെ അയാൾ പറഞ്ഞു വല്ല വണ്ടിയോ കാറോ എല്ലാം മതിയെന്ന്. പക്ഷെ കാറല്ല ബൈക്ക് എടുക്കണമെന്ന് അയാൾ പറഞ്ഞു. ബൈക്ക് മേടിച്ചിട്ട് അത് കസർത്തൊക്കെ കാണിക്കുന്നത് മോഡിഫൈ ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല. ഓക്കെ ചേട്ടാ എന്താ ഞാൻ ഹെൽമെറ്റ് എടുക്കാതിരുന്നേന്നറിയോ? ഞാൻ വിചാരിച്ച അയാൾ കാറ് വരും പറയുമെന്ന് വിചാരിച്ചു. കാറ് മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യണമെന്ന്. പക്ഷെ അയാൾ പറഞ്ഞത് ബൈക്ക് മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യണമെന്ന്. അപ്പം ശരി ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടില്ല കേട്ടോ. അതാണ് സംഭവം. ബൈ ബൈ. അയ്യോ എടാ നീ ഇപ്പം ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ല. ബൈക്ക് മേടിക്കുമ്പോൾ അതെങ്ങനെ മേടിക്കണ്ടോ? ഇല്ല അത് ആ വണ്ടിയെ ഇടിച്ചുകൊണ്ട് വന്ന ആ വണ്ടി അവിടെ നിന്ന് ഭയങ്കര സ്പീഡിലാണ് വന്നത്. അതാ പറ്റിപ്പോയ. സ്ക്രാച്ച് വല്ലതും ആയിട്ടുണ്ടോ? ഇല്ല ചേട്ടാ ബൈ. ആ ശരി.
എടുത്തില്ലേ? അയ്യോ അയ്യോ എടുത്തില്ല സോറി ആ ചേട്ടാ പിന്നെ ഈ ഓട്ടോ താൻ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല, അവിടെ കിടക്കട്ടെ. അല്ല ഈ ഓട്ടോ താൻ എടുക്കുവോ റിട്ടേൺ? ഇല്ല. ഇത് അല്ല താൻ ഇവിടെ എടുത്തു വെച്ചിട്ടേ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇങ്ങോട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അവന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സാറ് അപ്പം ചേട്ടൻ അവൻ വരുവാണെങ്കിൽ ഒന്ന് എടുത്തു കൊടുത്തേക്കോ. ഓട്ടോയുടെ കീ ഞാൻ ചേട്ടൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ടേബിളിൽ. ഓക്കെ ബാഗ് എടുത്തു. അയ്യോ സോറി ചേട്ടാ, ഓട്ടോയുടെ കീ ഞാൻ തന്നില്ലല്ലോ. ഇല്ല ഉണ്ടോ അവിടെ? ഒന്ന് നോക്കിയേ. ഇല്ല ഇല്ലല്ലോ. ആ ഓക്കെ. അപ്പം ഞാൻ ചേട്ടാ അതെ എനിക്കെൻ്റെ ബൈക്കിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ. ആ കയറി. അതെന്താ നിനക്ക് കയറാൻ പറ്റാതെ? നിന്റെ ബൈക്കല്ലേ. ചേട്ടാ കീ ഞാൻ എവിടെ കൊട്ടി തരണം? ചേട്ടൻ്റെ കയ്യിൽ തന്നെ തരണം. വേണ്ട, എറിഞ്ഞു. ആ ടേബിളിലോട്ട് വെച്ചാൽ മതി. വേണ്ട, ഡോറ് തുറന്നിട്ട് എറിഞ്ഞാൽ മതി, ഞാൻ പിടിച്ചോളാം. എറിഞ്ഞു. എന്നാ കേട്ടോ ക്യാച്ച്. അങ്ങനെയാണെങ്കിൽ കയ്യെ തന്നൂടെ? ഇത്രയും ദൂരം എന്നാ എടാ പെട്രോള് കത്തുന്നടാ, പോടാ. പിടിച്ചാ കീ പിടിക്കേ. ഞാൻ പിടിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. ബൈ ബൈ. ബൈ. അയ്യോ ഇതെന്തോന്ന് ബൈക്കാ ചേട്ടാ ഇത്? ഇത് ഡ്യൂക്ക് അല്ലാണ്ട് കസരത്ത് കാണിക്കുന്നതല്ലേ. എനിക്ക് ആ സാത്വികനൊന്നും വിളിക്കട്ടെ. അല്ല മോഹനെ വിളിക്കട്ടെ. എടാ മോഹനെ. എന്താടാ? നീ അവിടെ എന്ത് ചെയ്യാ വീട്ടില്? ഞാൻ കിടക്കുക. ഓക്കെ അപ്പം ശരി. എടാ നീ ആ ബെന്നിനെ ഒന്ന് വിളിച്ചേക്കെ. എന്തിന്? അവൻ ഞാൻ ഗ്യാരേജ് അടച്ചിട്ടിരിക്കുക, അതൊന്ന് തുറക്കാൻ പറ എന്നോട് വന്നിട്ട്. ശരി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വിടാം. പോലീസുകാരനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സാറേ അതെ ഈ ബൈക്കിന്റെ കളർ ഒന്ന് മാറ്റണം. എന്തുവാ ഞാൻ ചെയ്യേണ്ട? റിമ്മിന്റെ കളർ മാറ്റണം. മോഡിഫൈ ചെയ്യണ്ടേ? സാറല്ലേ നേരത്തെ പറഞ്ഞത് മോഡിഫൈ ചെയ്യണം. കളി മാറ്റി പിടിച്ച ഇനി എന്തുവാ? ഇപ്പൊ ഫസ്റ്റ് ടാസ്കേ തീർന്നിട്ടുള്ളൂ. അല്ല 3 ടാസ്ക് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സാറ് ഇന്നലെ എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഈ ടാസ്ക് നാളെ ചെയ്യേണ്ടി വരും. ഇനി സെക്കൻഡ് ടാസ്ക് വരട്ടെ. സെക്കൻഡ് ടാസ്ക് എന്തുവാ? നീ ഫസ്റ്റ് അങ്ങോട്ട് കയറി, നീ വെക്ക് ഫോൺ വെച്ച് നീ ഡ്യൂക്ക് എന്തുവാ ടാസ്ക് അതോട്ട് വരണം. ഇവിടെ വെച്ചാൽ അല്ലെങ്കിൽ നീ ആയിരിക്കും ഷൂ ഇട്ടല്ലേ. നീ സെക്കൻഡ് ടാസ്ക് തേർഡ് ടാസ്ക് തീരുന്നത് വരെ ഈ വെച്ചാ പോരെ. അല്ല നീ ഇത് തേർഡ് ടാസ്ക് തീരുന്നത് വരെ നീ വെച്ചു. വേണ്ട സാറേ. അല്ലടാ സ്പീഡിൽ പോകാനായിട്ട് ഒരു സെക്കൻഡ് ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആണ്. അത് തന്നെ നീ എങ്ങനെ? ഓക്കെ അപ്പം ഞാൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ അപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. തേർഡ് ടാസ്ക് വരട്ടെ. തേർഡ് ടാസ്ക് വരാം. അപ്പോൾ അങ്ങനെ ഇവിടെ സെക്കൻഡ് ടാസ്ക് കയറുന്നു കേട്ടോ സാറേ. ഓക്കെ തേർഡ് ടാസ്ക് എന്തുവാന്ന് വെച്ചാൽ നീ ഒരു തീഫുണ്ട്, ഒരു ബ്ലാക്ക് സ്പൈഡർ. അതിനെ ഈ ജയിലിനകത്ത് ഏത് ബ്ലാക്ക് സ്പൈഡർ? ബ്ലാക്ക് സ്പൈഡർമാൻ ആണോ? ബ്ലാക്ക് സ്പൈഡർ അവന്റെ പേര്. അവനെ എന്തുവാ ഈ കേസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാറേ. പക്ഷെ ഈ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവനെ പിടിക്കാൻ പറ്റത്തില്ല. അതൊന്നും കുഴപ്പമില്ലടാ, നിനക്ക് പറ്റും. അവനെ എങ്ങനെ കൊണ്ടുവരും ഞാൻ ഈ ബൈക്ക് ഉണ്ടെങ്കിൽ? എടാ അവനെ കെട്ടി വെച്ചാൽ പിന്നെ അവൻ വെപ്പിടില്ല. പിന്നെ എങ്ങനെയാ നിനക്ക് സിമ്പിൾ ആയിക്കൊണ്ട്. ഓക്കെ അപ്പം ഞാൻ അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ പോരെ. ഓക്കെ അപ്പം സാറ് പോ. സോറി ഇവിടെ അടുത്തായിരിക്കും അല്ലേ അവൻ? സാറേ അവൻ ഇവിടെ പാർക്കിലൊക്കെ പോകുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. പാർക്കിലാണ് അവന്റെ താവളം. ഓക്കെ അപ്പം ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിക്കാം. പാർക്കിന്റെ നടുക്ക്. ഓക്കെ ശരി. ഗൈസ് നമ്മൾ അവനെ പിടിക്കാൻ പാർക്കിൽ പോവുക.
കിട്ടി. അതെ ഗൈസ് 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 അവനെ കിട്ടി. നമുക്കേ ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഇവിടെ വല്ല ബൈക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ഇട്ടാൽ പോലെ എന്താ ഗൈസ്? സത്യം ഇവിടെ ഇട്ടാൽ പോലെയാടാ. നീ എവിടെയെങ്കിലും ഇട്ടു, നീ എന്നിട്ട് വിളിച്ചാൽ മതി. ഗൈസ് നമുക്കപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഒരു പവർ ഉപയോഗിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. നമുക്കൊന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂട്ടിയിട്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് തുടങ്ങിയാലോ? എടാ ബ്ലാക്ക് സ്പൈഡർമാനെ, നമുക്ക് തുടങ്ങാം. ഗൈസ് അപ്പം ഞാനൊരു ട്രിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെ ഗൈസ് നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. അടുത്തോട്ട് പോകാം ഗൈസ്. നമ്മളെങ്ങനെ സൗണ്ട് കുറച്ചിട്ടെടുത്തു ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ പവർ ഓഫ് ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മളപ്പം നമ്മുടെ പവർ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവനെ തീർക്കാൻ ഒട്ടും പാടില്ലായിരുന്നു ഗൈസ്. അവനെ നമ്മൾ ഇവിടുന്ന് തീർത്തിട്ട് പോകണമെന്നായിരുന്നു ടാസ്ക് ഗൈസ്. ഗൈസ് പിന്നെ അവനെ നമ്മൾ പിക്കപ്പ് വിളിച്ചിട്ട് കയറ്റിയിട്ടുണ്ട്. പിക്കപ്പ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇപ്പം പോകുന്നതായിരിക്കും ഗൈസ്. ഇനി പോലീസ് സ്റ്റേഷനിൽ അവൻ എന്തുവാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ജയിലിൽ കിടക്കുന്ന കാണാം ഗൈസ് നിങ്ങൾക്ക്. ഓക്കെ അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ. സാറേ ആ ഫൈറ്റ് സീൻ്റെ ക്ലിപ്പ് ഞാൻ അയച്ചു തരട്ടെ. അതെ നോക്കാം. കണ്ട സാറേ ക്ലിപ്പ് കണ്ട എങ്ങനെയുണ്ട്? അതിന് നീ ഫോൺ തന്നാലല്ലേ ക്ലിപ്പ് കാണാൻ പറ്റും. ഓക്കെ ഇന്നാ സാറേ ഫോൺ ശരി കണ്ട അയച്ചിട്ടുണ്ടല്ലേ. നീ എന്തുവാ നീ KG കൊണ്ടുപോയി ഇട്ട്. ഞാൻ പിക്കപ്പ് എത്തിക്കൊണ്ടിരിക്കുക. എത്തിയല്ലേ സാറേ? പിക്കപ്പ് എത്തിയെന്ന് തോന്നുന്നല്ലേ ഗൈസ്. നമുക്ക് അവനെ ജയിലിൽ പിടിച്ചിടട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ അവനെ ഒന്ന് ജയിലിലോട്ട് പിടിച്ചിട്ടിട്ട് നമുക്ക് കാണാം ഗൈസ്. കണ്ട കിടക്കുന്നത് കിടക്കുമോ? നിൽക്കില്ല ഗൈസ്. അവൻ നിൽക്കുന്ന കണ്ട ഗൈസ്. ഞാനുണ്ട് നിൽക്കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് ആ ഫൈറ്റ് അടിപൊളിയായിരുന്നു ഗൈസ്. കമൻറ്റ് ചെയ്യൂ ഗൈസ്. നിൽക്കുന്ന നിപ്പ് കണ്ടാതൊന്നും വലിയ അഭിമാനമാണ് ഗൈസ്. ഇവനാണ് ഈ നമ്മുടെ സിറ്റി ഇങ്ങനെ ഇവനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. ഇത്രയായിട്ട് ഇവനെ എല്ലാവരെയും പേടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്. നമുക്കപ്പോൾ ഇത് എന്തോ നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ലല്ലോ ഗൈസ്. നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. വീട്ടിൽ പോകണ്ട, വീട്ടിലല്ലേ സ്വാധീനം. പിന്നെ പോലീസ് സ്റ്റേഷന് ബാക്കിലുണ്ട്. ബാക്കില്ല ഗൈസ്. നമുക്കേ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഇത് കണ്ട ഗൈസ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അല്ലാണോ നോക്കിക്ക ഗൈസ്. ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ പുതിയ സൂട്ട് ഗൈസ്.
സ്പൈഡർ പവേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി സ്പൈഡർമാൻ്റെ പവേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ സൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ സൂട്ട്? ഗൈസ് നമുക്ക് ഇതിട്ടുകൊണ്ട് വീട്ടിൽ പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ വീട് എവിടെയായിരുന്നു? സ്ട്രേറ്റ് വെക്കോ, മോഹനെ കാണിക്കോ. നമുക്കപ്പോൾ നമ്മുടെ മോഹനെ തപ്പട്ട പോയി ചാടി പോകണ മോഹൻ്റെ നല്ല ആഴ്ച ഞാൻ മാറിലുണ്ട്. വേണ്ട എവിടെ? ഞാനെവിടെ? ഗെയിമിംഗ് റൂമിൽ നോക്കണം. ഞാനിവിടെ നിൽക്കുമായിരുന്നു. ഞാൻ ഗെയിമിംഗ് റൂമിലാണ്. ഞാനവിടെ എന്ത് കളിക്കുക എന്തേയിരുന്നു? ഡോ എങ്ങനെയുണ്ട്? നീ ഏത് ഫാൻസി ഡ്രസ്സിനാണോ? ഫാൻസി ഡ്രസ്സാ? നിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. നിനക്ക് പവറുള്ള കാര്യം എനിക്കറിയാം. അതെങ്കിലും സ്പൈഡർമാൻ്റെ പവറാടാ. അതൊക്കെ എനിക്കറിയാം. നിനക്ക് പവർ സത്യമായിട്ടുള്ളതാ. അത് എനിക്കറിയാം. നീ ഇതാ എങ്ങനെയുണ്ട് ഈ സൂട്ട്? ഇത് ഷൂട്ടാണോ? ആ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്തതാണ്. പിന്നെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൾ ഇട്ടാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ്